2025 മുൻപ് ഈ 3 രാശിക്കാർ സമ്പന്നരാവും. ധനയോഗം തലയ്ക്ക് മുകളിലുള്ളവർ. വേദജ്യോതിഷപ്രകാരം ശനിയുടെ മാറ്റങ്ങൾ പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്. പലപ്പോഴും കർമ്മത്തിന്റെ ദേവനായതുകൊണ്ടുതന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം നൽകുന്നു ശനി. എന്നാൽ ശനിയുടെ അനുഗ്രഹം 2025 മുൻപ് ചില രാശിക്കാരിൽ ധനയോഗം നിലനിൽക്കുന്നുണ്ട്. അതും ശനിയുടെ അനുഗ്രഹത്തോടെയാണ് ഇവരിൽ ധനയോഗം നിലനിൽക്കുന്നത്. വേദജ്യോതിഷപ്രകാരം നിങ്ങൾക്ക് ശനിയുടെ അനുഗ്രഹത്താൽ കോടീശ്വരയോഗം ആർക്കൊക്കെയെന്ന് നോക്കാം. ശനി ഇപ്പോഴും കുംഭം രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ശനി കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, ശനിയുടെ ഓരോ ചലനവും 12 രാശിക്കാരെയും ബാധിക്കുന്നുണ്ട്. ശനിയുടെ അനുഗ്രഹത്താൽ അനുകൂലമായ നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവുന്ന ചില രാശിക്കാരുണ്ട്. അവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഈ ലേഖനം വായിക്കാം. മേടം രാശി. മേടം രാശിക്കാർക്ക് ശുഭഫലങ്ങളാണ് ശനി നൽകുന്നത്. ഈ വർഷം 2025 ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവുന്നു. സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക സ്ഥിതിയും മാറി മറിയുന്നു. 2025 മുമ്പ് ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ കാത്തിരിക്കുന്നു. ജീവിത നിലവാരം മെച്ചപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുകയും ചെയ്യുന്നു. തൊഴിലും ബിസിനസ്സും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നു. അത് വഴി ജീവിതം മാറി മറിയുന്നു. പലപ്പോഴും ഗുരുതരമായ നഷ്ടം സംഭവിക്കുന്ന കാര്യത്തിൽ പോലും പണം നിക്ഷേപിച്ചാൽ അത് പലപ്പോഴും സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് നൽകുന്നു. ഇടവം രാശി. ഇടവം രാശിക്കാരുടെ കാര്യത്തിൽ പലപ്പോഴും ശനിയുടെ അനുഗ്രഹം അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. കരിയറിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പലപ്പോഴും നിങ്ങളുടെ ജീവിതം തന്നെ സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഉയർന്ന സ്ഥാനമാനങ്ങളും ധാരാളം പണവും നിങ്ങളെ തേടി വരുന്നു. കരിയറിലെ പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. ബിസിനസ്സിൽ നിങ്ങളെ തേടി മികച്ച മാറ്റങ്ങൾ വരുന്നു. വലിയ നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രശസ്തിയും വിജയവും നിങ്ങളെ കാത്തിരിക്കുന്നു. കുടുംബത്തിനോടൊപ്പമുള്ള ബന്ധം മികച്ചതാവുന്നു. നിങ്ങളുടെ തലവരയിൽ സമ്പത്തിന്റെ രേഖ തിളങ്ങി വരുന്നു.